പണ്ട് ഒരുപാട് ചക്ക തിന്ന ഈ പ്ലാവിൻ ചുവട്ടിലിറങ്ങുമ്പോൾ വടക്കനാട് കൊമ്പൻ്റെ ദൗത്യം പുതിയതാണ്. 4 വർഷം മുമ്പ് പടക്കമെറിഞ്ഞും ഒച്ച വെച്ചും ഓടിച്ചവർ ഇപ്പോൾ പ്രതീക്ഷയോടെ പിറകെ ഓടി. മയക്കോടി വെക്കുന്നതിന് തലേ ദിവസം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ വന്ന് പോയതാ. ഇപ്പോൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. കടുവേനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് സന്തോഷം. കടുവേനെ എത്രയും പെട്ട് പിടിക്കട്ടെ. ഒന്ന് പ്രശ്നക്കാരൻ ഇപ്പോൾ എന്താണ് ശാന്തരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നു. ഒരുപാട് അങ്ങനെ സമരമൊക്കെ ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് പോയി വടക്കനാട് സൈഡിലേക്ക് പോയപ്പോഴാണ് വലിയ സമരവും കാര്യങ്ങളൊക്കെ ആയത്. ഇവിടെയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം പിന്നെ കുറേ കാലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിടിച്ചാൽ പിന്നെ അങ്ങനെ വരവില്ല. അപ്പം എങ്ങനെയും അതിനൊന്ന് പിടിച്ചാൽ മതിയായിരുന്നു കടുവായിനെ. ആക്രമണകാരിയായിരുന്ന വടക്കനാട് കൊമ്പൻ ഇപ്പോൾ വിക്രമാണ്. മുത്തങ്ങ എലിഫന്റ് സ്ക്വാഡിലെ പ്രധാനി. മനുഷ്യമൃഗ സംഘർഷങ്ങളിൽ വനം വകുപ്പിൻ്റെ മുന്നണി പോരാളി. വാഗേരിയിലെത്തിയത് ആളെക്കൊല്ലി കടുവയെ പിടിക്കാൻ. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയിപ്പിച്ചവന് വാഗേരിയിലെ ദൗത്യം ഒരു മധുര പ്രതികാരം കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ തിരുമ്പി വന്നിട്ടേൻ എന്നൊക്കെ പറഞ്ഞ് തലയെടുപ്പോടെ അങ്ങനെ തിരച്ചിൽ സംഘത്തിനൊപ്പം നിൽക്കുകയാണല്ലേ നമ്മുടെ താരം. സേതു, ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞ വാക്കെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, തിരുമ്പി വന്നിട്ടേൻ. ഇന്നലെ ഈ ആനയെ കൊണ്ട് ഇറക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ പണ്ട് പടക്കം പൊട്ടിച്ച് ഓടിക്കുകയും വനംവകുപ്പിൻ്റെ അടുത്ത് ഓഫീസിലൊക്കെ പോയി സമരം ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഈ ആനയെ എങ്ങനെയെങ്കിലും ഒന്ന് തുരത്തി തരണം, ഇതിനെ പിടിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. ഈ വാഗേരി എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളുള്ള മേഖലയാണ്. അവിടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ചക്ക തിന്നും കാർഷിക വിളകൾ ചവിട്ടി മെതിച്ചും ആളുകളെ ഭയപ്പെടുത്തിയും ഒക്കെ നടന്നിരുന്ന ഒരാളാണ്. പിന്നീട് വനംവകുപ്പ് പിടികൂടി, മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിൽ മെരുക്കി കുങ്കിയാനയാക്കുകയായിരുന്നു. ഈ വടക്കനാട് കൊമ്പൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ വാഗേരിയിൽ നിന്ന് പോയി ദേശീയപാത മുറിച്ച് കടന്നാൽ വടക്കനാട് ഗ്രാമമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ വടക്കനാട് കൊമ്പൻ എന്ന പേര് വന്നത്. പിന്നീട് വിക്രം എന്ന പേരിട്ടു വനംവകുപ്പ്. പ്രധാന ദൗത്യങ്ങളിലെല്ലാം അരിക്കൊമ്പനെ പിടിക്കാനും അതുപോലെ PM2വിനെ പിടിക്കാനും വനംവകുപ്പിൻ്റെ എല്ലാ പ്രധാന ദൗത്യങ്ങളിലും ഇപ്പോൾ തലയെടുപ്പോടെ നിൽക്കുന്ന ആളാണ് വിക്രം. പക്ഷേ ഈ വാഗേരിയിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് അതിനൊരു പ്രത്യേകത. കാരണം അന്ന് ഇത്രയധികം ആളുകൾ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആളുകൾ ഓടിച്ചിരുന്ന ഒരു ആനയാണ് ഇപ്പോൾ തലയെടുപ്പോടെ വന്ന് ഇവിടുത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നരഭോജിയായ കടുവയെ പിടിക്കാൻ, കടുവയെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ദൗത്യസംഘത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ് വിക്രം. ഇന്നും തെരച്ചിലിൽ വിക്രം ഉണ്ടാവും. അതോടൊപ്പം ഇതേപോലെ തന്നെ മറ്റൊരിടത്ത് ആളുകളെ ഭയപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചിരുന്ന കല്ലൂർ കൊമ്പൻ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഭരതാണ് വിക്രത്തിൻ്റെ കൂടെയുള്ളത്. ഈ 2 ആനകളാണ് ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം കടുവയെ തെരയാൻ ഇറങ്ങുന്നത്. ശരി കമൽ, എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമാ കഥകളിലൊക്കെ കാണുന്ന പോലെ ഒരിക്കൽ നമ്മളിങ്ങനെ കല്ലെറിഞ്ഞ് ഓടിച്ചവർ പിന്നീട് നമുക്ക് സഹായമായി തിരിച്ചു വരിക, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു നേർക്കാഴ്ചയായി മാറി നമ്മുടെ ഈ 2 കൊമ്പന്മാരും. എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ദൗത്യം പൂർത്തീകരിച്ച് അവർക്ക് ഈ വാഗേരിക്കാർക്ക് തലവേദനയായിരിക്കുന്ന, അവരുടെ പേടി സ്വപ്നമായിരിക്കുന്ന ആ നരഭോജി കടുവയെ, ആ വയസ്സൻ കടുവയെ പിടികൂടാൻ എത്രയും വേഗം നമ്മുടെ ഈ വീരന്മാർക്ക് സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ വിചാരിക്കുകയാണ്. ശരി കമൽ.